കുടുംബത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിക്കുന്ന ദേവദാസനിയുടെ സമയം എനിക്ക് തന്നതുകൊണ്ട് ആ കുടുംബത്തോടും നന്ദിയുള്ളവരായ പ്രാർത്ഥനയോടെയുമായിരിക്കുന്നു. ദൈവം ഈ സഭയെ ധാരാളം അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദേശങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. കർത്താവിൻ്റെ വരവിൻ്റെ കാലമാസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോസ്തലന്മാർ തങ്ങളുടെ കാലത്ത് തന്നെ കർത്താവ് വരും എന്ന് വിചാരിച്ച് കർത്താവിന്റെ മടങ്ങി വരവിനെ പ്രതീക്ഷിച്ച് ജീവിപ്പാൻ പ്രത്യാശ കൊടുത്തു. അതേ പ്രത്യാശയിൽ അവർ ജീവിച്ചു. ആ കാലഘട്ടം അത്രയും കടന്നുപോയി. എങ്കിലും കർത്താവ് വചനത്തിൽ തിരുവചനത്തിന്റെ നിവൃത്തിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല രോഗങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകേണ്ടവരല്ല, നമ്മൾ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു, കാരണം എൻ്റെ ഉള്ളതിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ ദിനം ആഗതമായിരിക്കുന്നു. വാനമേഖലകളിൽ എൻ്റെ കർത്താവ് എഴുന്നള്ള കാലമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ ദൈവം എന്നെയും ശക്തീകരിച്ചിരിക്കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അവന്റെ അടക്ക പുനരുദ്ധാന ബന്ധങ്ങളോട് ഏകീഭവിച്ച ഒരു ക്രിസ്തു ഭക്തന് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അത് വെളിപ്പെടുന്ന ഒരു ദിനമേ ഉള്ളൂ. വാനമേഘങ്ങളിൽ എന്റെ കർത്താവ് എഴുന്നള്ളുന്ന ദിനം മാത്രമേ അത് വെളിപ്പെട്ടു വരത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ജഡ കൂടിയിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ ഇങ്ങനെ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ ശക്തീകരിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താസിനെ കുറിച്ച് ഇവിടെ വന്ന ദിവസം മുതൽ കൂടെ ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരുമിച്ച് ആരാധിക്കാൻ ചോദിച്ചത് സന്തോഷിക്കുന്നു. ഇവിടെ വന്നിട്ട് 3 മാസമാകുന്നു. അടുത്ത 27-ാം തീയതി ഞാൻ കടന്നു പോകും. ഒരു റെസ്റ്റിന്റെ കാലഘട്ടം, ഒരു വളരെ സമാധാനമായിട്ട് ഭവനത്തിലിരുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം, നിമിഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. 27-ാം തീയതി ഞാൻ മടങ്ങി പോകുന്നു. എൻ്റെ പേര് വിൽസൺ ഡാനിയൽ. അടൂര് കേന്ദ്രീകരിച്ച് ദൈവത്തിന്റെ വേലയിൽ ആയിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്, ജെർമി, ഡെബി. വൈഫിന്റെ പേര് ബ്ലെസ്സിംഗ്. ഇവിടെ പേരൻസ് ഇവിടെയുണ്ട്. മമ്മി കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു വന്ന് ആരാധന കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പനിമിഷത്തെ വേദചിന്തയ്ക്ക് വേണ്ടിയിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുന്നു. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ആമേൻ. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം എപ്പോഴും എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. കേൾക്കുന്നവനെ ആരും ഒരു നാളും എന്ത് ചെയ്യത്തില്ല? അവന്റെ സർവശക്തന്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഏത് പ്രതികൂലങ്ങളോ സാഹചര്യങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ ആഞ്ഞടിച്ചോട്ട് നമുക്കൊരു ശുഭ പ്രത്യാശയുണ്ട്. നിത്യജീവന്റെ ഉറവെങ്കിലെ നമുക്ക് നൽകിയവെങ്കിലേക്ക് തിരിച്ചു നമ്മൾ ചേരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെയും ഈ ഭൂമിയിൽ നമ്മൾ പട്ടുപോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. സർവരക്ഷിതമായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഈ ലോകത്തിന്റെ ഇൻഷുറൻസിലോ ഹല്ലേലൂയ കവറിങ്ങിലോ ഒന്നുമല്ല ഞാൻ സുരക്ഷിതനായിരിക്കുന്നത്. എന്നെ വിടുവിച്ച രക്ഷകനായ യേശുവിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനായിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ഓരോ ദിവസവും കേൾക്കണം. ദൈവമക്കളുടെ എപ്പോഴുമുള്ള ആഗ്രഹവും വാഞ്ചയും ഇതാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം? പ്രത്യേകിച്ച് പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലതയിലിരിക്കുന്നവർക്ക് അവർക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമാണ് ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കാൻ. അല്ലെങ്കിൽ നമ്മോട് വിഷയങ്ങളോട് ചേർന്ന ഒരു ശബ്ദം എനിക്ക് തരണമേ എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന എന്റെ ലൈഫിൽ ഞാൻ ആസ്വദിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും ദൈവത്തിൽ നിന്ന് അവന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവന് മാത്രമേ വിജയകരമായ ജീവിതം എപ്പോഴും നയിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പോക്കിൽ, നമ്മുടെ ഡ്രൈവിംഗിൽ, നമ്മുടെ ജോലിയിൽ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും അവന്റെ ശബ്ദം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? മറന്നുപോകാതെ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനിച്ചു കൊണ്ടിരിക്കണം.
പ്രതിസന്ധിയുടെ നടുവിലും പതറിപ്പോകാതെ ആൻസറബിൾ ആകുവാൻ നമുക്ക് കഴിയും. നമുക്ക് ആൻസർ കൊടുക്കുവാൻ കഴിയും. അതിനുവേണ്ടി പിന്നെ ആൻസർ കൊടുക്കാൻ വേണ്ടി യോസിക്കേണ്ട കാര്യം വരുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ എന്തുണ്ട് ഇവരോട് കൂടെ ഉണ്ട്. ഞാൻ ഇവരെ നിന്ന് വിട്ടു പിരിയുന്ന ദിവസം വരും. അന്ന് എന്ത് ചെയ്യും? ഇവർ ഉപവാസമൊക്കെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വചനമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഈ വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു ചോദ്യം ഉയർന്നു വരാൻ ഇടയുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെയുള്ളവർക്കാണ് ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്? അതിന് വലിയ പ്രത്യേക അറിവ് വേണ്ടേ? അതിന് കർത്താവിന്റെ സന്നിധിയിൽ ഇത് പഠിക്കണ്ടേ? ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആർക്കാണ് കഴിയുക? എന്നോട് കൂടെ കർണാടകയിൽ വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ എന്നോട്, ദേവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 7-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടാൻ ഇടയായി. 8-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടപ്പോൾ എന്നെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടതാ. വീടിന്റെ ഒരനുഭവങ്ങളും പിന്നെ എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കർണാടകയിൽ. അപ്പൊ ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 7-ാമത്തെ വയസ്സിൽ എന്താണ് പാപബോധം ഉണ്ടായത് ഹൃദയത്തിനകത്ത്? ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങി, ഞാനൊരു പാപിയാണെന്ന് തോന്നാൻ തുടങ്ങുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പോലും ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ പെന്തക്കോസ്തിനകത്ത് ജനിച്ചു വളർന്ന ആൾ, എനിക്ക് തോന്നിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ കാലങ്ങളെടുത്തു എനിക്ക് ഞാൻ പാപിയാണെന്ന് ബോധ്യപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂൾ പഠിച്ച കാലത്ത് എനിക്ക് മനസ്സിലായില്ല. അനേക പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. വളരെ കാലങ്ങൾ കഴിഞ്ഞു മർത്തോമയിൽ മർത്തോമയിലാണോ ഓർത്തഡോക്സിലാണോ ജീവിച്ചൊരു കൊച്ചു ബാലകന്റെ ഹൃദയത്തിൽ ഒരു മെസ്സേജ് കേട്ടപ്പോൾ തുടങ്ങിയെന്ന് ഞാൻ പാപിയാണ്, എന്റെ രക്ഷ അവനെ സ്ഥാനത്തിലേക്ക് 1 വർഷത്തിനുള്ളിൽ നയിച്ചു. വീട് വിട്ടിറങ്ങുന്ന കാലം, പഠിത്തം പോലും നഷ്ടപ്പെട്ടു. ബൈബിൾ കോളേജുകൾ, സെമിനാരികൾ മാറി മാറി ജീവിതം കഴിഞ്ഞു. 16-ാമത്തെ വയസ്സിൽ അന്നത്തെ കാലത്ത് ദേവദാസന്മാർക്ക് ഏറ്റുപറയുവാൻ പെട്ടിയും പിടിച്ചു നടന്നു. ഇന്ന് കർണാടകയിൽ ശുശ്രൂഷിക്കുന്നു. കേട്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി. ഹല്ലേലൂയ. പ്രിയരേ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പ്രായം ഒരു വിഷയമല്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അറിവൊരു വിഷയമല്ല. ആഗ്രഹിക്കുന്ന മനസ്സോടെ അവന്റെ തിരുസന്നിധിയിൽ ആര് വന്നിരിക്കുന്നുവോ, ചില സമയങ്ങളിലൂടെ ആര് ചെലവഴിക്കുന്നുവോ, അവരോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കും. അത് കേൾക്കുവാൻ, ഏറ്റെടുക്കുവാൻ കഴിയുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ 9-ാം അധ്യായത്തിൽ ഇതിന് അനുയോജ്യമായ ഒരു വിഷയം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ടവരെ നമുക്ക് കാണാൻ കഴിയും. 9-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കണമേ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, അവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. ഇവിടെ തുടക്കത്തിൽ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാര് വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരു പൊട്ടനായ, ഒരു കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് അവരുടെ ചിന്തയനുസരിച്ച്, പ്രമാണങ്ങൾ അനുസരിച്ച്, സമൂഹം പറയുന്നതനുസരിച്ച് ഉള്ള ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുകയാണ്. ഇവൻ ഇങ്ങനെയാകാൻ കാരണം ഇവന്റെ പൂർവികരൊക്കെ പാപം ചെയ്തതുകൊണ്ടല്ലേ? നമ്മുടെ പുസ്തകങ്ങൾ പറയുന്ന, നമ്മുടെ പഠിപ്പിക്കലുകൾ പറയുന്നത് അങ്ങനെയാണല്ലോ, നമ്മുടെ പാരമ്പര്യം പറയുന്നത് അങ്ങനെയാണല്ലോ. നമുക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മെസ്സേജ് ഇങ്ങനെ വരികയാണെങ്കിൽ, ഇന്നാളെ കുറിച്ച്, ഇന്നാളോടുള്ള ദൂത എന്ന് പറയുന്നത് എന്നോടല്ല, ഇന്നാളോടുള്ളതാണെന്ന് പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. മറ്റൊരുവനിലേക്ക് ചായച്ചു വിടുന്നത് എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. ഇവിടെ ഇവർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് അവരുടെ ചിന്തകൾക്ക് വ്യത്യസ്തമായ ഒരു മറുപടി പറഞ്ഞു, പാരമ്പര്യത്തിന് വ്യത്യസ്തമായ ഒരു മറുപടി പറഞ്ഞു. ഇവൻ ഉരുവായിരിക്കുന്നത്, ഇവൻ പാപത്തിൽ പിറന്നവനല്ല, ഇവൻ പാപം കൊണ്ട് അവന്റെ പാപത്തിൽ പിറന്നു, തലമുറകളുടെ പാപം കൊണ്ടൊന്നുമല്ല അവൻ പിറന്നിരിക്കുന്നത്. എന്റെ നാമത്തിന്റെ അല്ലെങ്കിൽ എന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ മഹത്വത്തിന്റെ സൃഷ്ടിയാണ് അവൻ. മോശ ദൈവത്തിന്റെ അടുത്ത് കാര്യം പറയുമ്പോ നമുക്കത് വെളിവാകും. മോശ പറഞ്ഞു, ഞാന് ഈ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ, വലിയ രാജസന്നിധിയിലൊന്നും പോയി കാര്യങ്ങൾ പറയാൻ ഞാൻ യോഗ്യനല്ല, എനിക്കൊരു പ്രശ്നമുണ്ട്. ദൈവം പറഞ്ഞു, നിനക്കൊരു പ്രശ്നമില്ല. ഈ പൊട്ടനെയും ചെറുടനെയും കുരുടനെയും മുടന്തനെയും ഒക്കെ സൃഷ്ടിക്കുന്നത് ഞാനാണെങ്കിൽ, നിന്നെ ഞാനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിന്റെ കുറവുകളെ
പക്ഷെ അവന് വിശ്വാസം വന്നില്ല. അവൻ പറഞ്ഞു പറ്റുന്നില്ല. അന്നേരം ദൈവം തന്നെ പറഞ്ഞു, നിനക്കൊരു സഹായിയെ ഞാൻ തരാം, നീ ഇങ്ങനെ ചെല്ലുമ്പോൾ എതിരിട്ട് വരും, നീ അവനെ അങ്ങ് ചേർത്തോളാൻ പറഞ്ഞു. ഈ അഹരോൻ കാരണം തന്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ ദൈവം അനുവദിച്ചു കൊടുത്തതാ കേട്ടോ. ദൈവത്തിന്റെ ഇഷ്ടമല്ലായിരുന്നു. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലുണ്ട്, പെർമസീവ് വില്ലുണ്ട്. അനുവദിക്കുന്നതുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. ദൈവം അനുവദിക്കുന്നത് എന്റെ ജീവിതത്തിൽ, ദൈവമേ അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ ഹിതം എന്നെ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം അനുവദിച്ചു കൊടുത്തു. അതവന്റെ ജീവിതത്തിൽ ഞാൻ പറയും മലയാളത്തിൽ പാരയായി തീർന്നു. ഇവിടെ നോക്കണമേ, ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് ചില നിമിഷങ്ങൾ അവന്റെ മുന്നിൽ ചെലവഴിക്കുകയാണ്. അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ ആരും തന്റെ മുന്നിൽ ഇത്രയധികം സമയം ചെലവഴിച്ചിട്ടില്ല. ഇവിടെ കൊണ്ട് നിർത്തുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്ഥിരം വരുന്ന പ്രാക്ടീസ് മുഖേന ഇവിടെ വന്ന് സ്ഥിരം നിന്ന് താൻ വിഷയാചിക്കാറുണ്ട്, അല്ലെങ്കിൽ ആരോ തന്നെ അവിടെ എത്തിക്കാറുണ്ട്, താൻ വഴി തെറ്റാതെ അവിടെ വരെ വരാറുണ്ട്. ഇതിനപ്പുറം തന്നെ എടുത്ത് ആരും സമയം ചെലവഴിക്കാറില്ല. ഒരു മാധുര്യമായ ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇവൻ പാപിയാണ്, ശപിക്കപ്പെട്ടവനാണ് എന്നുള്ള കാര്യങ്ങളല്ലാതെ സ്നേഹത്തോടെ സമാധാനത്തിന്റെ ഒരു വാക്ക് ഇതുവരെ ആരും അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അരുമനാഥൻ യേശു അവന്റെ മുന്നിൽ നിന്നപ്പോൾ അവൻ ഇതുവരെ കേൾക്കാത്ത ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ചുറ്റുപാട് നിൽക്കുന്നവർ നിന്ദിക്കുമ്പോഴും അവർ കർത്താവ് പറഞ്ഞു, അരുത്, ഇവനെ നിന്ദിക്കരുത്, ഇവനെ ഞാൻ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. എന്റെ ശബ്ദം കേൾക്കാനുള്ള അറിവ് ഇവനകത്തുണ്ട്, എന്റെ ശബ്ദം കേൾക്കാനുള്ള ശക്തി ഇവന്റെ ഉള്ളിനകത്തുണ്ട്. ഇവന്റെ അകത്ത് ഒരു സ്വർഗീയ വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. ഇവന്റെ അകത്ത് ഒരു സ്വർഗീയ വെളിപ്പാടുണ്ട്. അവന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. അരുത്, നിങ്ങളതിനെ പറയരുത്. ഹല്ലേലൂയ. ഇതുവരെ പറഞ്ഞതിൽ നിന്നും, ഇതുവരെ കുറ്റപ്പെടുത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശബ്ദം. ഹല്ലേലൂയ. ഓ ജീസസ്. അവൻ തന്നെ അന്തിച്ചു പോയി. എന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറുന്ന സമയത്ത്, അനേക കുറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ മുന്നിൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയാതെ ഇരുന്ന സമയത്ത് എന്റെ കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ചു. 10-ാം അധ്യായത്തിന്റെ തുടക്കം പറയുന്നത് പോലെ ഈ ഇടയന്റെ പ്രത്യേകതയുണ്ട്. സാധാരണ ഇടയന്മാരെങ്ങനെയാ? ആടിനെ മുന്നേ വിട്ടേച്ച് പുറകെ പോകും. ഒരു സിംഹം വരുന്ന കണ്ടാൽ അല്ലെങ്കിൽ കടി വരുന്ന കണ്ടാൽ എന്ത് ചെയ്യും? ഇടയനെ ഓടി പൊത്തിനകത്ത് ഉലയ്ക്കും. ഹല്ലേലൂയ. നമുക്ക് ദാവീദിന്റെ കാര്യം അറിയാം, അതല്ല ഞാൻ പറഞ്ഞു. സാധാരണ ഇടയന്മാർ ഇങ്ങനെയായിരിക്കും. പക്ഷെ ഈ ഇടയൻ എങ്ങനെ ആടുകളെ തീറ്റുന്നേ? പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ഇടയൻ എന്ത് ചെയ്യുക? 10-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം കൊണ്ട് വായിക്കാൻ സമയമില്ല. അവൻ മുൻപേ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നീ തീക്കകത്തി ചാടുന്നതിന് മുമ്പ് എന്റെ കർത്താവ് അതിനകത്ത് കാണും. നീ സിംഹക്കുഴിക്കകത്ത് ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ കർത്താവ് അതിനകത്ത് കാണും. അവന്റെ സാന്നിധ്യം അതിനകത്ത് കാണുന്നു. ഏത് പ്രതികൂലത്തിൽ ദൈവത്തിലെ നീ ഇറങ്ങുന്നതിന് മുമ്പ് അവന്റെ ശബ്ദം കേട്ടാൽ നീ നടക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, അവന്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. അവൻ പെട്ടെന്ന് പറയുക, ഇവനോട് പറഞ്ഞു, ഇവന്റെ മുന്നിൽ കുറച്ച് സമയം ചെലവഴിച്ചെന്ന് മാത്രമല്ല, വ്യത്യസ്തമായ കാര്യം കർത്താവ് ചെയ്യുക. കർത്താവ് എന്ത് ചെയ്തു? നിലത്ത് തുപ്പാൻ തുടങ്ങി. ഞാൻ ഈ വചനം വായിച്ചു കഴിഞ്ഞ് മുറ്റത്തിരുന്നപ്പോ കുറെ കുടി കിടക്കുന്നിടത്തൊന്ന് തുപ്പി നോക്കി എത്ര ചേറുണ്ടാക്കാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. കർത്താവ് നിലത്ത് തുപ്പി അവിടെ പറയുന്നു ചേർ ഉണ്ടാക്കിയിട്ട് അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോടൊരു കാര്യം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ശീലം കുളത്തിൽ പോയി കഴുകണം, വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇതിനെ ഇങ്ങനെ കാര്യം ചെയ്താൽ നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഒന്നും കാണുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തി. ഹല്ലേലൂയ. അവനോടൊരു കാര്യമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ആരും അതുവരെ പറയാത്ത സമാധാനത്തിന്റെ ദൂത് കർത്താവിനോട് പറഞ്ഞു. ആ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, ആ സ്നേഹത്തിന്റെ മാധുര്യത്തെ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു സ്വർഗീയ വെളിപ്പാട് വരിക.
അവന്റെ സ്വർഗീയ ഒരു വിശ്വാസം വരിക. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം വെളിപ്പാടിനാലേ ഒരുവന്റെ ഹൃദയത്തിനകത്ത് വരത്തുള്ളൂ. ആ വെളിപ്പാട് എവിടെ നിന്ന് വരുന്നു? വെളിപ്പാട് പിതാവിൽ നിന്ന് വരുന്നു. ഈ പിതാവിൽ നിന്ന് ഈ വെളിപ്പാട് എനിക്ക് കിട്ടിയത് പുത്രൻ മുഖാന്തരമാണ്. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അവൻ തല ചായ്ച്ചപ്പോൾ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ തല ചായ്ച്ചതിലൂടെ എനിക്ക് ദാനമായി ലഭിച്ചതാ ഈ വെളിപ്പാട്. ഹല്ലേലൂയ! ഈ വിശ്വാസം പിതാവിന്റെ കരങ്ങളിൽ നിന്ന് അവൻ എടുത്ത് എനിക്ക് ദാനമായി നൽകിയതാ. അവനെടുത്തു കൊടുത്തു. ഈ ശബ്ദത്തെ അവൻ തിരിച്ചറിയുക. അവനോട് പറഞ്ഞു, ശീലോകാമിൽ പോയി കഴിയാൻ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ നടക്കണം. ശബദ ദിവസം അവന്റെ പേരൻസ് അവനെ സഹായിക്കത്തില്ല, ആരും സഹായിക്കത്തില്ല. ഹല്ലേലൂയ! അവന്റെ കൂട്ടുകാരോ ആരെങ്കിലും വഴിയെ നടന്നു പോകുന്നവരോടോ പറഞ്ഞാൽ ഇത് ശബദ ദിവസം, പ്രമാണം അതിനെ അനുവദിക്കത്തില്ല, ഞങ്ങൾ പ്രമാണം അനുഷ്ഠിക്കുന്നവരാണ് എന്ന് പറയും. പക്ഷെങ്കിൽ അവൻ കർത്താവ് പറയുക, നീ പേടിക്കേണ്ട കാര്യമില്ല, നിന്റെ മുന്നിൽ നീ ഒരു കാൽ എടുത്തു വെക്കുമ്പോൾ വിശ്വാസത്തോടെ വെളിപ്പാടോടെ ഒരു ചുവടെടുത്തു വെക്കുമ്പോൾ അനുമാനം പറയും, നിന്റെ കാൽ പതറിപ്പോകത്തില്ല, നിന്റെ വഴി തെറ്റിപ്പോകത്തില്ല. ചൊവ്വയുള്ള വഴികളിൽ, നിരപ്പായ വഴികളിലൂടെ നിന്നെ ഞാൻ നടത്തും. നടക്കാൻ തുടങ്ങി, വഴി തെറ്റിയില്ല. ശീലോഹാമിന്റെ പടിയിൽ നിൽക്കുമ്പോൾ 20 കൽപ്പടവുകൾ അവർ ഇറങ്ങണം. കല്ലിൽ വെട്ടിയുണ്ടാക്കി 20 കൽപ്പടവുകൾ ഇറങ്ങണം. അതിനകത്തേക്ക് നിന്ന് മേളിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്റെ ചിന്തയിൽ ഇങ്ങനെ പറയുക, ശീലോഹാമിൽ നിന്ന് എല്ലാ ആരാധന ദിവസങ്ങളിലും ആലയത്തിലേക്ക് വെള്ളം കൊണ്ടുവെക്കുന്ന പതിവുണ്ട്. എല്ലാവരും ഇതിൽ നിന്ന്, ഈ പാത്രത്തിൽ നിന്ന് മുഖം ഒന്നെടുത്ത് തുടച്ച് ആലയം കഴുകിയതിനു ശേഷമാണ്, പഴയ ഓർമ്മകൾ പുതുക്കിയതിനു ശേഷമാണ് ദേവാലയത്തിനകത്തേക്ക് ആരാധനയ്ക്ക് കയറുന്നത്. അങ്ങനെ പോകുമ്പോൾ നോക്കണമേ, ഇങ്ങനെ ഒരുവൻ റോഡിൽ കൂടെ വരിക. അവൻ പലരോട് ചോദിച്ചു, എന്നെ അവിടെ വരെ എത്തിക്കാമോ എന്ന്. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, അവൻ പലരോട് ചില കേട്ടു പരിചയമുള്ള ശബ്ദം അവനോട് ചോദിച്ചു കാണുക, നീ പതിവായി നിൽക്കുന്ന സ്ഥലത്തല്ലോ നീ നിൽക്കുന്നത്, നീ എങ്ങോട്ട് പോവാ? അവൻ പറയും, ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം ഞാൻ കേട്ടു, ഞാൻ അതിനെ പിൻപറ്റി പോകാം. എവിടേക്കാ? ശീലോഹാമിലേക്ക്. എന്നെ ഒന്ന് എത്തിക്കാമോ? പോയി പണി നോക്കണം. അതിന് ദിവസം ഞങ്ങളൊന്നും അത് ചെയ്യാൻ പാടില്ല. അപ്പം അവര് പറഞ്ഞു, എടാ നിന്റെ നടപ്പിന്റെ ഒരു വ്യത്യാസം, ഇതുവരെ നീ ഇങ്ങനെ താഴെ ഇങ്ങനെ കമ്പം കുത്തി നടന്നവന് ഇപ്പൊ അവന്റെ നടപ്പ് ഇങ്ങനെ അവൻ പോകുന്നത്. ഞാൻ ചിന്തിക്കണേ, എന്താ കാരണം? ഇത് എവിടെ ചെന്നേ കഴുകി കളയാൻ പാടുള്ളൂ, ശീലോകമേ ചെന്നേ കഴുകി കളയാൻ പാടുള്ളൂ. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങിക്കാണും. ആ തറയെ വീഴാതിരിക്കാൻ ഞാൻ ചിന്തിക്കുക, അവിടെ നോക്കിപ്പോ ഇങ്ങനെ ഇതുവരെ താഴെ കിടന്ന് തപ്പിത്തടഞ്ഞവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവന്റെ സ്വഭാവത്തിനും നടപ്പിനും ഒരു മാറ്റം വരിക. ലോകം അവനെ നോക്കിയിട്ട് പറഞ്ഞു കാണും, ഇവന് നേരത്തെ പൊട്ടനെ ഉള്ളായിരുന്നു, ഇപ്പോഴും വട്ടനുമായെന്ന് പറഞ്ഞു കാണും. ഹല്ലേലൂയ! എങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട്, യേശുവിന്റെ ശബ്ദം കേട്ട് നടക്കുന്ന ഒരുവന് വഴി തെറ്റത്തില്ല, അവൻ വട്ടനായി പോകത്തില്ല. ലോകത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ അവൻ അപമാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ! കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവൻ പ്രവർത്തിക്കുന്ന സമയമുണ്ട്. ദൈവമൈതലേ, ക്ഷമയോടുകൂടെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവന്റെ ശബ്ദം കേട്ട് പോകുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളുണ്ട്. അവൻ ചെന്ന് പടവിൽ നിൽക്കുമ്പോൾ താഴെ ഒരാൾ മേലോട്ട് കയറി വരുന്നു. ഞാൻ ചിന്തിക്കുക, ആലയത്തിന്റെ ശുശ്രൂഷക്കാരിൽ ഒരുവൻ വരിക. അവൻ വരുമ്പോൾ, നീ എങ്ങോട്ടാ? ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങാൻ പോവാം. എന്തോ ഇതിനെ ഇറങ്ങുന്നത്? ഇതിനകത്തേക്ക് ഇറങ്ങി മുഖം കഴുകാൻ പറഞ്ഞു. ആര് പറഞ്ഞു? യേശു എന്ന് പറഞ്ഞു ഒരുത്തം. എടാ, യേശുവിന്റെ നാമം പറയുന്നവരെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നീ ഇതിനകത്തോട്ട് ഇറങ്ങുന്നത്, ഞാൻ ഈ ആലയത്തിന് സ്ഥിരം അവിടെ കൊണ്ടുവെക്കുന്ന പൂർവികൻ പറയുന്നു, പലരും അവിടെ കൊണ്ടുവച്ചു, പലരും മുഖം കഴുകി. അവിടെ നിന്ന് ഇതുവരെ ഒരു നന്മയോ വിടുതലോ ഞാൻ കണ്ടിട്ടില്ല. നീ എന്ത് പ്രതീക്ഷിച്ചാൽ ഇതിനകത്തോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു ഗുണവുമില്ല. ഇറങ്ങി പടവുകൾ ഇറങ്ങി തലയിടിച്ച് വിളിച്ചാകാതെ തിരിച്ചു പോകുന്ന പറഞ്ഞു വേണം. പക്ഷെ അവൻ പറഞ്ഞു, ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എന്റെ ഉള്ളിൽ ഒരു സമാധാനത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, ഒരു ഉടമ്പടി എന്നോട് ചെയ്തവന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ പതറിപ്പോകത്തില്ല. ലോകത്തിന്റെ വാക്കുകൾക്ക് എന്നെ പിന്തിരിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. ആരെ നിത്യമായ ഒരു ഉടമ്പടി, നിത്യമായ ഒരു സ്നേഹം കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ചങ്കു തുറന്ന് മാറു തുറന്ന് സ്വർഗത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയ ഒരുവന്റെ ശബ്ദം എന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ പതറിപ്പോകത്തില്ല. നടന്നിറങ്ങി താഴെ ചെന്ന് പടവുകളിൽ ഇറങ്ങി അവൻ കണ്ണു തുറക്കാം. അവൻ ആ വെള്ളമെടുത്ത് കണ്ണു കഴുകുമ്പോൾ അവൻ കണ്ണു തുറന്നവനായി തീർന്നു.
ഇതിലൂടെ യഹൂദ സമുദായത്തോട് പറയാൻ ചിലതുണ്ടായിരുന്നു. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും വെറുതെയല്ല കേട്ടോ, ഓരോ അത്ഭുതങ്ങളെ തിരുവചനത്തിൽ വർണ്ണിപ്പിക്കുമ്പോഴും വെറുതെയല്ല. ഒരുവൻ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും ഇവൻ ദാവീദിന്റെ പുത്രനായ മശീഹയാണോ എന്ന് സംശയം തോന്നിയിരിക്കുന്ന സമയത്ത് ജനത്തിനു പലർക്കും മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ വിശ്വാസത്തോടെ വെളിപ്പാട് പ്രാപിച്ച ഒരുവൻ റോഡ് സൈഡിൽ നിന്ന് വിളിച്ചു പറയുക, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപ്പാട് ഇവൻ എവിടുന്ന് കിട്ടി? ഈ അറിവ് എവിടുന്ന് കിട്ടി? ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ വിശ്വാസത്തോടെ അവന്റെ ശബ്ദം കേൾക്കുന്ന, അവന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന, വിശ്വാസത്തോടെ യേശുവിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നവന് സ്വർഗ്ഗം വെളിപ്പാടുകൾ കൊടുത്തുകൊണ്ടിരിക്കും. വെളിപ്പാട് ഇല്ലാത്തടത്ത് ജനം മര്യാദ കെട്ടു നടക്കും. ഹല്ലേലൂയ. 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 പറവകൾക്കായി മേലോട്ട് വരികയാണ്. ഇവൻ വളരെ ആഘോഷത്തോടെ മേലോട്ട് വരികയാണ്. ഞാൻ ചിന്തിക്കുന്നു, തുള്ളിച്ചാടി മേലോട്ട് കയറി വരികയാണ്. മേലോട്ട് കയറി വന്നപ്പോൾ പ്രശ്നം അവസാനിച്ചോ? പ്രശ്നം തുടങ്ങുക. പുറത്തോട്ട് വന്നപ്പോൾ ജനം കണ്ടു, പള്ളിയിലേക്ക് പോകുന്നവർ കണ്ടിട്ട് ഇവനെങ്കിലും അവിടെ നിന്ന് വിഷയം അയച്ച് നമ്മളെ കളിപ്പിച്ച് കണ്ണ് കാണാമെന്നുണ്ടായിരുന്നു. ഇവൻ നമ്മളെ കളിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കണ്ണ് കാണാത്തവനായിരുന്നു, യേശു എന്ന ഒരുവനാണ് എന്നെ സുഖമാക്കിയത്. ആളുകൾക്ക് വിശ്വാസം വരുന്നില്ല. അവൻ എങ്ങോട്ട് കൊണ്ടുപോയി? സംഘത്തിലേക്ക്, ന്യായാധിപ സംഘത്തിലേക്ക്, പരീക്ഷന്മാരുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി. അവനെ കൊണ്ടുപോയി ന്യായവിസ്താരം ആരംഭിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ചിലർ പറഞ്ഞു കാണും ഇവർ രണ്ടുപേര് കാണും, അവിടെ നിന്ന് അഭിഷേകാഴ്ച വേറൊരുത്തനായിരിക്കും, ഇവൻ വേറൊരുത്തനായിരിക്കും. അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്ത കണ്ടുകൊട്ടനെ പോലെ അഭിനയിച്ച് ഇതുവരെ എന്ത് ചെയ്തു? നമ്മുടെ പണം കളിപ്പിച്ചു. അങ്ങനെ പല അഭിപ്രായങ്ങളുടെ ഇടയിൽ അവരൊരു കാര്യം പറഞ്ഞു, ഇവന്റെ പേരൻസ് ഒന്നുമില്ല, അവരെ വിളിപ്പിക്കാം. അവരെ വിളിപ്പിച്ച് കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ടുമുട്ടനായ ഒരു മകൻ ഉണ്ടായിരുന്നു, അവൻ ഇവനെങ്ങനെ സുഖമായി? അപ്പോൾ യേശു ആ സുഖമാക്കിയെന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിക്കുന്ന പള്ളിക്ക് പുറത്താക്കാം. അത് പേടിച്ചിട്ട് പേരൻസ് പറഞ്ഞു, അവന് പ്രായം ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? അവനോട് ചോദിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവന് ഒരു ക്വസ്റ്റ്യൻസിന്റെ മുന്നിൽ, ലോകത്തിന്റെ ഒരു പ്രതികൂലത്തിന്റെ മുന്നിലും ആൻസർ ഇല്ലാതെ വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവനെ കർത്താവ് വെറുതെ വഴിയിൽ അലഞ്ഞു നടക്കാൻ വിളിച്ചതല്ല കേട്ടോ. ഹല്ലേലൂയ. അറിവോ തിയോളജിയോ ഒന്നും അവൻ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അവൻ അറിഞ്ഞു, ആ ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു. യേശുവിന്റെ ശബ്ദം, മാധുര്യമായ ആ സ്നേഹത്തിന്റെ ശബ്ദം അവൻ കേട്ടു. കേട്ട നിമിഷം മുതൽ അവൻ പതറിപ്പോയിട്ടില്ല. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല. കൽപ്പനകൾ എങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. എങ്ങനെ മറുപടി പറയണം എന്ന് വിചാരിച്ചില്ല. മറുപടി എല്ലാം അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. അവരോട് മാധുര്യമായ മറുപടി പറഞ്ഞു. അത് നമ്മൾ വിശദീകരിക്കാൻ സമയമില്ല. ആ മാധുര്യമായ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. മാധുര്യമായ മറുപടികൾ പറഞ്ഞു എന്ന് മാത്രമല്ല, അവരോട് സുവിശേഷവും പറഞ്ഞു. അവര് വീണ്ടും ചോദിച്ചിടാ, നീ പറയുന്ന ആള് ഹല്ലേലൂയ ദൈവമൊന്നുമല്ല, അവൻ പ്രവാചകനൊന്നുമല്ല, അവനെ ഭൂതം കൊണ്ട് ഏതാണൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഇവിടെ തിരിക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയാ സുഖം വന്നെന്ന് ഒന്നുകൂടെ പറയാമോ? അതുപോലെ നിങ്ങൾക്ക് ശരി കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്തു. അവൻ എന്റെ കണ്ണ് കാണാത്തവനായിരുന്നു. എന്റെ കണ്ണ് തുറന്നെങ്കിൽ അവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, അല്ലെ പ്രവാചകനാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവന്റെ ശിഷ്യന്മാരായിക്കൊള്ളുക. ആ ന്യായാധിപ സംഘത്തോട് ആദ്യം എനിക്ക് തോന്നുന്നു സുവിശേഷം പറഞ്ഞായിരിക്കും വിചാരിക്കുന്നത്. അതിനകത്തെ കയറി നിന്ന്, കൂടിനകത്തെ കയറി നിന്ന് അവൻ സുവിശേഷം പറയുക. ആ പരീക്ഷന്മാരുടെ സന്തതികളോട് പറയുക, അവനിലൂടെ അല്ലാതെ രക്ഷയില്ല. വിടുവിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവന്റെ ശിഷ്യന്മാരായിരിക്കും. ശബ്ദം കേൾക്കുന്നവന്റെ, ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്നവന്റെ പ്രകൃതം മാറുന്നത് കണ്ടോ? സാഹചര്യം അവനെ യേശത്തില്ലെന്ന്, പ്രതികൂലം അവനെ യേശത്തില്ല, രാജ്യ നിയമങ്ങൾക്ക് അടിമപ്പെടുന്നില്ല. ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അറിവോ പ്രാപ്തിയോ ജ്ഞാനമോ ഒന്നുമല്ല. തിരുവചനം ധ്യാനിക്കാൻ, പഠിക്കാൻ ഗമാലിന്റെ കാൽക്കീഴിൽ ഇവനെ കൊണ്ട് ഇരുത്താൻ കഴിയത്തില്ല. കാരണം ചെകിടനെയും കണ്ണുമുട്ടനെയും അല്ലെങ്കിൽ അംഗവൈകല്യം ഉള്ളവനെയും ഒന്നും അവിടെ പഠിപ്പിക്കാൻ എടുക്കുകയാണ്. പഠിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കലും ഒരു മാധുര്യമായ ശബ്ദം, യേശുവിന്റെ ശബ്ദം കേട്ടു സർവ്വപേരും അവനെ പുറന്തള്ളിക്കളഞ്ഞു എന്നറിഞ്ഞപ്പോൾ യേശു അവന്റെ അടുത്ത് വന്നു. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞു. ലോകം മൊത്തം അവനെ കുറ്റം വിധിച്ചു. അതിന്റെ ഒന്നും അവൻ ആൻസർ ഇല്ലാതെ പോയില്ല.
അവൻ ആൻസറബിൾ ആയിരുന്നു. അവരോട് സുവിശേഷം പറയണം. തള്ളിക്കളഞ്ഞ് നടക്കുമ്പോൾ യേശു അവൻ്റെ അടുത്ത് വന്നു. നീ ദൈവത്തിന്റെ പുത്രനെ വിശ്വസിക്കുന്നോ എന്നോട് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവൻ ചോദിക്കുകയാണ്, അവൻ ആരാണ്? നീ കണ്ടിട്ടുണ്ട്, നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ തന്നെ എന്ന് പറഞ്ഞു. മറ്റൊരു ചോദ്യവും ആൻസറും ഒന്നും അവിടെ ഇല്ല. നീയാണോ സുഖമാക്കിയ, നീയാണോ യേശു? ആ ചോദ്യമൊന്നുമില്ല. അവൻ എന്ത് ചെയ്യുക? സർവശക്തന്റെ മുന്നിൽ മുട്ടുമടക്കി ആരാധന ആരംഭിക്കുകയാണ്. ഇതുവരെ ആരാ പഠിപ്പിച്ച്? ആരാ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ. അവന്റെ സന്നിധാനത്തിൽ വരുമ്പോൾ, അവന്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ, അവന്റെ സന്നിധാനത്തിൽ അവന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമൈതലേ, അവന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ അറിയാതെ മുട്ടുമടക്കി പോകും, അറിയാതെ അവന്റെ മഹത്വത്തെ വർണ്ണിച്ചു തുടങ്ങും, അറിയാതെ അവനെ ആരാധിച്ചു തുടങ്ങും. ഇതിനകത്തേക്ക് ഞാൻ പറയുന്നു, പഠിച്ചുകൊണ്ടുമ്പോൾ ഇതിനകത്തേക്ക് പ്രവേശിക്കണം ഭയഭക്തിയോടെ. അല്ലാതെ ആരെങ്കിലും ഇതിനകത്ത് കറക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ഒരു സ്ഥലമാണ്. ആരെങ്കിലും ഇവിടെ വന്ന് പൊട്ടച്ചൊല്ലും കളിവാക്കും ലോകകഥകളും പറയാനുള്ള ഇടമല്ല ഇത്. അവൻ ആരാധിക്കാൻ തുടങ്ങി. ആര് തള്ളിയാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. ഒരു ശബ്ദം കേൾക്കാൻ, അതിന് ചെവി കൊടുക്കാൻ, അനുസരിക്കാൻ തയ്യാറായപ്പോൾ അത്ഭുത വിടുതൽ അവന്റെ കാര്യങ്ങൾ വരിക. അതിന് വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 10-ാം അധ്യായം 9-ാം അധ്യായം നിങ്ങൾ വായിച്ചു വിടണേ. കള്ളൻ വേല ആൾക്കാരും കുടിക്കാനും പൊട്ടിക്കാനും ഒക്കെയാണ് കള്ളൻ വേണ്ടത്. ദൈവം എന്തിനാ നമ്മളെ വിളിച്ചത്? സമൃദ്ധിയായ ജീവൻ നൽകുവാൻ. അന്യന്മാരുടെ ശബ്ദത്തെ തന്റെ ആടുകൾ കേൾക്കുന്നില്ല, അവയെ അവ തിരിച്ചറിയുന്നില്ലെന്ന് തിരുവചനം പറയുന്നു. 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കല്ലറയിൽ നിർജീവമായി പോയതാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറത്തു വരിക. കല്ലറയ്ക്കകത്തിരുന്ന് നിർജീവമായി പോയ ലാസർ, അസ്ഥി മാത്രമായത്, 4 ദിവസം ആ വെട്ടിയ കല്ലിനകത്ത് വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ എല്ലാം എന്ത് ചെയ്ത് കാണും? ആ ബോഡി അഴുകിപ്പോയി കാണും. പക്ഷെ അഴുകാത്ത ശരീരവുമായി അരുമനാഥന്റെ ശബ്ദം കേട്ടപ്പോൾ, വചനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ജീവനോടെ അവൻ പുറത്തു വരികയാണ്. അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് ലോകത്തിന് തെളിയിക്കുക മാത്രമല്ല, കാലാവസാനത്തിൽ കാഹളം മുഴങ്ങുമ്പോൾ അവന്റെ സന്തതി അവന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരും. പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ദൈവമൈതലേ, നിങ്ങളുടെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. പക്ഷേ പ്രതികൂലം വരുമ്പോഴല്ല, സാഹചര്യം മാറുമ്പോഴല്ല അവന്റെ ശബ്ദം കേൾക്കേണ്ടത്. മറുപടി നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് ഏത് നിമിഷവും ശബ്ദത്തിന് യോഗ്യമായ മറുപടികൾ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയപിതാവേ, അങ്ങനെ മഹാശക്തിയുണ്ടാകും. അതിനെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ശബ്ദം നടികളുടെയും മുഴങ്ങിയതിനാണ് സ്തോത്രം. അങ്ങനെ ശബ്ദത്തിന് ചെവി കൊടുപ്പാൻ, കർത്താവ് നിത്യത വരെ സൂക്ഷിപ്പാൻ സർവശക്തനായ ഒരു ദൈവത്തിന്റെ തിരുപ്പാകപ്പെടാതെ അടിയിലിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കണ്ണുകൊണ്ടനായ ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മാധുര്യത്തെ അനുസരിക്കുന്നതിനെ ശിഷ്യന്മാർക്കും ലോകത്തിനും പഠിപ്പിച്ചു കൊടുത്ത കർത്താവേ, കല്ലറയ്ക്കകത്തുനിന്ന് ലാസറിനെ അങ്ങയുടെ ശബ്ദം കേട്ട് പുറത്തു കൊണ്ടുവന്ന കർത്താവേ, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഏത് നിർജീവാവസ്ഥകളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവം വിടുവിക്കാൻ പോകുകയാണ്. അത്ഭുതകരമായ നീറുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒന്നുമില്ലാതെ ആരാലും അവർ സഹായവുമില്ലാതെ പകച്ചു നിന്നിൽ നടത്തുന്നു. എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും അവനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ വഴി പതറിപ്പോയിട്ടില്ല. പ്രിയ ദൈവത്തിൽ എന്റെ വഴി പതറിപ്പോകത്തില്ല. പ്രതികൂലങ്ങൾ നിന്നെ ആഞ്ഞടിക്കത്തില്ല. ആരെങ്കിലും നിന്നെ കാതു തിന്നത്തില്ല. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പല രാജ്യങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപയാൽ വചനമേന്തിയത് കൊണ്ട് പകച്ചു നിന്നിരുന്ന എന്റെ മുന്നിൽ വഴികാട്ടിയായിരുന്നു ദൈവം നടത്തുന്നു. ദൈവമീതലെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പ്രതികൂലത്തിന്റെ നടുവിൽ ആശ്രയിച്ചു നിൽക്കുകയാണോ? നിന്റെ മുന്നിൽ നടക്കുന്ന ഒരുവനുണ്ട്, അവന്റെ ശബ്ദമുണ്ട്. ഒന്ന് കീഴ്പ്പെട്ട് കൊടുക്കാമോ? സ്വർഗീയ വെളിപ്പാട് നിന്റെ മേൽ വരും. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും, ഈ കുളം കൊണ്ട് വിടുതലില്ലെന്ന് പറഞ്ഞാലും, അതിനകത്ത് ഇറങ്ങിയിട്ട് അതിന്റെ വിടുതൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവനായി നീ മാറും. യേശുവേ, നിങ്ങളുടെ കാരുണ്യത്തിന്റെ വചനത്തിനായി നന്ദി. ആശയുടെ വിഷയങ്ങളെ ദൈവമക്കളുടെ മീതെ ഞങ്ങളുടെ ശക്തി വ്യാപരിച്ച് അങ്ങനെ വിടുതലയച്ചതിനായി നന്ദി. യേശുനാഥൻ നല്ല പിതാവേ.